ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ പ്രാവശ്യം യൂട്യൂബ് നോക്കി ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും അത് ശരിയായിട്ടില്ല. കാരണം ഒന്നിലത് വേഗത്തില്ല, അല്ലെങ്കിൽ ക്രിസ്പി ആയിരിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഇന്ന് ഞാൻ വീണ്ടും വേറൊരു വീഡിയോ മാറി കണ്ടു, അതനുസരിച്ച് ചെയ്തു. പക്ഷേ ഇന്നത്തെ ചിപ്സ് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്പിയായി കറക്റ്റിനുള്ള വേഗമായി. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കറക്റ്റ് അളവിന്. ചില ഒന്ന് രണ്ട് തവണ എനിക്ക് ഇത്തിരി കരിഞ്ഞു പോയി. അതെനിക്ക് ആ ഫസ്റ്റ് ടൈമിൽ എനിക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റാതെ വന്നു. അങ്ങനെ അത് ആദ്യത്തെ തവണയുള്ളത് കരിഞ്ഞു പോയി. എന്നാലും വലിയ കരിഞ്ഞല്ല, കഴിക്കാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു, എനിക്കെന്നാൽ ഇത്തിരി കരിഞ്ഞതാണ് ഇഷ്ടം. അങ്ങനെ കിട്ടി. ബാക്കിയെല്ലാം കറക്റ്റ് ആ മഞ്ഞ നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മുമ്പ് ഞാൻ കായ തൊലിച്ച് ഡയറക്റ്റ് എണ്ണയിലേക്ക് അരിഞ്ഞ് എണ്ണയിലേക്ക് ഇടും. കൈ വെച്ച് അരിയുമ്പം പല സൈസാവും. അപ്പോൾ അത് കാരണം ചിലത് വേഗം ചിലത് വേഗത്തില്ല. എങ്ങനെയായാലും ചെറുതും വലുതും ആയിപ്പോവും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. പക്ഷേ എനിക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഗ്രേറ്റ് ചെയ്യുമ്പോഴും ചിലത് പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കട്ടി കൂടിപ്പോവും. പക്ഷേ എന്നാലും ബാക്കി ഭാഗം നൈസായിട്ട് വന്നത് കാരണം ഇത് വേവെല്ലാം കറക്റ്റായിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് ഗ്രേറ്റ് ചെയ്യുമ്പം കിട്ടുന്നത്, നമ്മൾ അരിയുന്നതിനേക്കാളും. അങ്ങനെ പിന്നീട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച്, തൊലി കളഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അത് 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് തുടച്ച് വീണ്ടും അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് ഒരു പകുതി വേഗമാകുമ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ വെള്ളം ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കും. ആദ്യത്തെ തവണ മാത്രം 2 സ്പൂൺ ഒഴിക്കും, പിന്നീട് ഓരോ സ്പൂൺ. ആദ്യത്തെ ഒഴിച്ച ഉപ്പിൻ്റെ മഞ്ഞളിൻ്റെ അംശം എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് പിന്നീട് ഓരോ തവണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു.